എല്ലാവർക്കും മറ്റൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ടേൺ ഓവർ റേഷ്യോനകത്ത് വരുന്ന ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഇപ്പോൾ ഈ ടേൺ ഓവർ റേഷ്യോനകത്ത് ഒരുപാട് റേഷ്യോസ് അതിനകത്ത് വരുന്നുണ്ട്. ടേൺ ഓവർ റേഷ്യോനെ തന്നെയാണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്നുകൂടി പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെൻ്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, ദെൻ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. അങ്ങനെ അതിനകത്ത് കുറേ റേഷ്യോസിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്നല്ല നമ്മളിന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മെഷർ ചെയ്യുന്നത് ദ എഫിഷ്യൻസി വിത്ത് വിച്ച് എ ഫേം ഈസ് യൂട്ടിലൈസിങ് ഇറ്റ്സ് ഫിക്സഡ് അസറ്റ് ഇൻ ജനറേറ്റിംഗ് സെയിൽസ്. ഒരു ഫേമിനകത്ത് സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ എഫിഷ്യൻസി ആണ് ഏത് ചെക്ക് ചെയ്യേണ്ടത്, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കത് ഇതിൻ്റെ ആ ഒരു ഇക്വേഷൻ നമുക്ക് ഓർത്ത് വെക്കാം. ഇതാണ് നെറ്റ് അസറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എന്താണ് ഇതിൻ്റെ മീനിങ് ഒന്നുകൂടി നോക്കാം. എ ബിസിനസ് എൻ്റർപ്രൈസ് പർച്ചേസ് ഫിക്സഡ് അസറ്റ് ഫോർ ക്യാരി ഓൺ ബിസിനസ്. വിത്തൗട്ട് ഫിക്സഡ് അസറ്റ് ഇറ്റ് കനോട്ട് മേക്ക് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. ഫിക്സഡ് അസറ്റ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ സെയിൽസ് ഡിപ്പെൻഡ് ഓൺ ഹൗ ഫിക്സഡ് അസറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ ദ ബിസിനസ്. ഒരു ഓർഗനൈസേഷൻ്റെ സെയിൽസ് എന്നുള്ളത് ഫിക്സഡ് അസറ്റ് എത്രത്തോളം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നതിൽ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോർ നോയിങ് വെദർ ദ ഫിക്സഡ് അസറ്റ്സ് ആർ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഓർ നോട്ട്, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോൻ്റെ നീഡ് എന്നുള്ളത് എന്താണ്, ഫിക്സഡ് അസറ്റ് നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ നമ്മൾക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ പ്രോബ്ലം നോക്കുന്നതിന് മുന്നേ നമുക്കതിൻ്റെ കോമ്പണൻസ് ഒന്നുകൂടി നോക്കാം. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോനകത്ത് വരുന്ന കോമ്പണൻസ് കൂടി നോക്കാം. പ്രധാനമായിട്ടും രണ്ട് കോമ്പണൻസ് ഇതുള്ളത്. അതായത് നമ്മളതിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ തന്നെ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് നെറ്റ് സെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ നെറ്റ് ഫിക്സഡ് അസറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് നെറ്റ് സെയിൽസ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് നെറ്റ് സെയിൽസ് എന്നുള്ളത്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ആണ് നോക്കുന്നത്. നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷന് ശേഷമുള്ള ഫിക്സഡ് അസറ്റാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത് നെറ്റ് ഫിക്സഡ് അസറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ ആദ്യം മനസ്സിലാക്കുക. എന്താണ്, നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്ത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് ഉൾപ്പെടില്ല, ഫിക്സഡ് അസറ്റിനകത്ത് ഉൾപ്പെടുന്നില്ല. ദിസ് ഈസ് ബിക്കോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡു നോട്ട് അഫക്ട് സെയിൽസ്. ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽസിനെ അത്രത്തോളം എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് പരിഗണിക്കുന്നില്ല, ഫിക്സഡ് അസറ്റ്സിനകത്ത് പരിഗണിക്കുന്നില്ല. ഓക്കെ, ദെൻ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ള കൂടി നമുക്കൊന്ന് നോക്കാം. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ് ഹൗ ഇഫക്റ്റീവ്ലി ദ ഫിക്സഡ് അസറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിക്സഡ് അസറ്റ്സ് സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിക്സഡ് അസറ്റ്സ് എത്രത്തോളം ഇഫക്റ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ എന്നുള്ളത്. The ratio is calculated in determining to what extent the investment in fixed assets have been achieving its objective for generating sales. സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിലാണ് ഫിക്സഡ് അസറ്റ്സ് ഹെൽപ്ഫുൾ ആവുന്നത് എന്ന് ചെക്ക് ചെയ്യുകയാണ് ഈ റേഷ്യോ എന്നുള്ളത് നോക്കുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ റേഷ്യോ ആണെങ്കിൽ എന്തായിരിക്കും, അത് ഏറ്റവും ബെറ്ററാണ് എന്ന് പറയുന്നത്. ലോ റേഷ്യോ ആണെങ്കിൽ അത് അണ്ടർ യൂട്ടിലൈസ്, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് അത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞത്. ദെൻ നമ്മളതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണത്. കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ്സ് തന്നിട്ടുണ്ട്,
2,40,000 ആണ് ഇവിടെ ഫിക്സഡ് അസറ്റ് ഉള്ളത്. ദെൻ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അത്ര 40,000 രൂപയാണിത് ഡിപ്രീസിയേഷൻ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ്, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എന്ത് നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വേണം, ആ ഫിക്സഡ് അസറ്റ്സിൽ നിന്ന് ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്നുള്ളത് ഡിഡക്റ്റ് ചെയ്യണം. ദെൻ ഗ്രോസ് സെയിൽസ് തന്നിട്ടുണ്ട്. ഗ്രോസ് സെയിൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ സെയിൽസ് ആണ് ഗ്രോസ് സെയിൽസ് എന്നുള്ളത്. ദെൻ സെയിൽസ് റിട്ടേണും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത് നെറ്റ് സെയിൽസ് എന്നുള്ളത്. നമുക്കതും എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നോക്കാം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് പരിഗണിക്കുന്നില്ല, ഫിക്സഡ് അസറ്റ്സിനകത്ത് പരിഗണിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡു നോട്ട് എഫക്ട് സെയിൽസ്. ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽസിന് എഫക്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് പരിഗണിക്കുന്നില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാ നമ്മളിത് പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതായത് അത് നമ്മൾ ആദ്യം അതിൻ്റെ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചു. നെറ്റ് അസറ്റ്സ് ഡിവൈഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്നുള്ളത്. ദെൻ നെറ്റ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്തു. ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ എന്നുള്ള ഡിഡക്റ്റ് ചെയ്തു. ദെൻ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് ടോട്ടലായിട്ടുള്ള ഫിക്സഡ് അസറ്റ്സിന് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട്, കാരണം ആഫ്റ്റർ ഡിപ്രീസിയേഷനാണ്, ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ന് ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കിട്ടുന്നതാണ് എന്താ പറഞ്ഞാൽ നെറ്റ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ എന്നുള്ളത്. നമ്മൾ ഈ റേഷ്യോ നമ്മൾ കാണിക്കുന്നത് ടൈംസിലാണ്, തവണ. അതായത് ഇപ്പോൾ ഇവിടെ എന്താണ് 6 times ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയാം. ഫിക്സഡ് അസറ്റ്സ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 ആണ് റേഷ്യോ കിട്ടുന്നത്. കമ്പാരിറ്റീവ്ലി എന്താണ് ഹൈ ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൽ ഈ ടേൺ ഓവർ റേഷ്യോനകത്ത് തന്നെ വരുന്ന മറ്റ് പല റേഷ്യോസുകളുണ്ട്. നമുക്കത് ഒരേ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. ഇതൊക്കെ ഈ ഒരു ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ആക്ടിവിറ്റി റേഷ്യോസിനകത്ത് വരുന്ന റേഷ്യോസാണ്. താങ്ക് യു.